UDF ഭൂരിപക്ഷമുള്ള എരുമേലി പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം LDF-ന്. CPM-ലെ അമ്പിളി സജീവനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ക്വാറം തികയാത്തതിനെ തുടർന്ന് മാറ്റിവെച്ച പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് തിങ്കളാഴ്ച നടന്നത്. പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ UDF തെരഞ്ഞെടുപ്പിൽ നിന്ന് അന്ന് വിട്ടുനിന്നിരുന്നു. അട്ടിമറികൾ ഒന്നും നടന്നില്ല. UDF ഭൂരിപക്ഷമുള്ള എരുമേലി പഞ്ചായത്തിൽ LDF അംഗം പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 22-ാം വാർഡംഗം CPM-ലെ അമ്പിളി സജീവനെയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. എരുമേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അമ്പിളി സജീവൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ. എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച NDA-യുടെ KK രാജന് 2 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ UDF ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഭൂരിപക്ഷമുണ്ടായിട്ടും പട്ടികവർഗ സംവരണമായ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആളില്ലാത്തതിനാലാണ് ഇവർ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത്. സ്വതന്ത്ര അംഗം ജോബി കാലാപ്പറമ്പിലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല. LDF-ന്റെ 7 അംഗങ്ങളും BJP-യുടെ 2 അംഗങ്ങളും മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. കഴിഞ്ഞ ദിവസം UDF വിട്ടുനിന്നതോടെ ക്വാറം തികയാതെ മാറ്റിവെച്ച തെരഞ്ഞെടുപ്പാണ് തിങ്കളാഴ്ച നടന്നത്. വെള്ളിയാഴ്ച നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ കനകപ്പലം വാർഡ് അംഗം സാറാമ എബ്രഹാമിനെ തെരഞ്ഞെടുത്തിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാതിരുന്നതിനാൽ ഇവർക്ക് അന്ന് സത്യപ്രതിജ്ഞ ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യുവാൻ കഴിയാതെ വന്നത് ഇതിനിടെ വിവാദമായി. സമയത്ത് സ്ഥലത്ത് ഇല്ലാത്തതിനാലാണ് സത്യപ്രതിജ്ഞയ്ക്ക് അവസരം നൽകാതിരുന്നതെന്നാണ് പുതിയ പ്രസിഡന്റിന്റെ വാദം. എന്നാൽ മനഃപൂർവ്വം അവസരം നിഷേധിക്കുകയാണെന്നാണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സാറാമ എബ്രഹാം ആരോപിക്കുന്നത്. 24 അംഗങ്ങളുള്ള എരുമേലി പഞ്ചായത്ത് ഭരണസമിതിയിൽ UDF 14, LDF 7, NDA 2, ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് കക്ഷിനില. സ്വതന്ത്രൻ UDF-ന് ഒപ്പമാണ്. 6 മാസത്തിനുള്ളിൽ നിലവിലെ അംഗങ്ങളിൽ ഒരാൾ രാജിവെച്ച് ഇവിടെ പട്ടികവർഗ അംഗത്തെ മത്സരിപ്പിക്കുവാനും അതുവഴി ഭരണം തിരിച്ചുപിടിക്കുവാനുമാണ് UDF-ന്റെ നീക്കം. ഫെസ്റ്റൂൺ ന്യൂസ്, എരുമേലി.